Hello guys, guten Tag. Welcome back to Easy German Hub, where you can learn German simply and effectively. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ജർമ്മൻ ഭാഷയിലെ രണ്ടാമത്തെ ഗ്രാമാറ്റിക്കൽ കേസായ അക്യുസാറ്റീവ് കേസ് എന്താണ് എന്നുള്ളതാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ടോപ്പിക് എന്താണ്? അക്യുസാറ്റീവ് പ്രൊപ്പോസിഷൻസ്. അക്യുസാറ്റീവ് കേസ് പഠിക്കുന്ന കൂടെ തന്നെ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ആണ് അക്യുസാറ്റീവ് ആർട്ടിക്കിൾസ്, അക്യുസാറ്റീവ് പ്രൊപ്പോസിഷൻസ്, അക്യുസാറ്റീവ് വെർബ്, അക്യുസാറ്റീവ് പേഴ്സണൽ പ്രൊനോമൻസ്. എന്താണ് അക്യുസാറ്റീവ് കേസ് എന്നുള്ളതിനെക്കുറിച്ചും അക്യുസാറ്റീവ് ആർട്ടിക്കിൾസ്, നോമിനാറ്റീവ് കേസിൽ നിന്നും എന്ത് മാറ്റമാണ് അക്യുസാറ്റീവ് കേസിൽ ആർട്ടിക്കിൾസിന് വരുന്നതെന്നും അതിനുള്ള എക്സാമ്പിൾ സെൻറ്റൻസും അടങ്ങിയ വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അക്യുസാറ്റീവ് പ്രൊപ്പോസിഷൻസ് ആൻഡ് മീനിങ്സ് ഇൻ ഇംഗ്ലീഷ്. എന്താണ് അക്യുസാറ്റീവ് പ്രൊപ്പോസിഷൻസ്? പ്രൊപ്പോസിഷൻസ് ആൻഡ് നൗൺ എഗ്രിമെന്റ്, സെന്റൻസ് സ്ട്രക്ചർ വിത്ത് അക്യുസാറ്റീവ് പ്രൊപ്പോസിഷൻസ്, പൊസിഷൻ ഓഫ് എൻഡ് ലാങ്. അക്യുസാറ്റീവ് പ്രൊപ്പോസിഷനുകളിൽ ഒന്നാണ് എൻഡ് ലാങ്. സാധാരണ പ്രൊപ്പോസിഷൻസ് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഉപയോഗത്തിൽ അതിൻ്റെ പൊസിഷന് ചെറിയ വ്യത്യാസമുണ്ട്. അതും നമ്മൾ ഇവിടെ നോക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ടൈം എക്സ്പ്രഷൻസ് വിത്ത് അക്യുസാറ്റീവ് പ്രൊപ്പോസിഷൻസ്. അക്യുസാറ്റീവ് പ്രൊപ്പോസിഷനുകളിൽ ചില പ്രൊപ്പോസിഷൻസ് ഒക്കെ നമ്മൾ ഒരു സ്പെസിഫിക് ടൈം, ഡ്യൂറേഷനൊക്കെ കാണിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ നോക്കുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ ദ വീഡിയോ. നമ്മൾ ആദ്യമായി നോക്കാൻ പോകുന്നത് വാട്ട് ആർ പ്രൊപ്പോസിഷൻസ് ഇൻ ജർമ്മൻ. എന്താണ് പ്രൊപ്പോസിഷൻസ്? ഈ വീഡിയോയിൽ കാണുന്ന പോലെ prepositions are small words that show the relationship between things like place, time, direction or reason or persons. അതായത് ഒരു സെൻറ്റൻസിലെ ഒബ്ജക്റ്റിന് മറ്റു വാക്കുകളുമായുള്ള ബന്ധം കാണിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ പദങ്ങൾ, അതായത് കണക്റ്റിംഗ് വേർഡ്സ് ആണ് എന്ത്? പ്രൊപ്പോസിഷൻസ്. നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് അക്യുസാറ്റീവ് പ്രൊപ്പോസിഷൻസും അതിൻ്റെ മീനിങ്ങുമാണ്. ജർമ്മൻ ഭാഷയിലെ അക്യുസാറ്റീവ് കേസിൽ നമുക്ക് മൊത്തം 7 പ്രൊപ്പോസിഷൻസ് ആണ് ഉള്ളത്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഫസ്റ്റ് വൺ ദൂർഷ്, ത്രൂ എന്നാണ് ഇതിൻ്റെ മീനിങ്. ദ നെക്സ്റ്റ് വൺ ഓനെ മീൻസ് വിത്തൗട്ട്, ഗേഗൻ എഗെയിനിസ്റ്റ്, ഫ്യൂർ മീൻസ് ഫോർ, അറൗണ്ട് ഓർഡർ അറ്റ്, ബിസ് അൻറ്റിൽ ഓർഡർ അപ് ടു, എൻലാങ് എലോങ്. ഇവയിൽ ആദ്യത്തെ 6 പ്രൊപ്പോസിഷൻസ് ആണ് നമ്മൾ കോമൺ ആയിട്ട് ഡെയിലി യൂസിൽ ഉപയോഗിക്കുന്നത്. ലാസ്റ്റ് വൺ എൻലാങ് അങ്ങനെ കോമൺ ആയി ഉപയോഗത്തിൽ വരാറില്ല, അങ്ങനെ ഉപയോഗിച്ച് കാണാറുമില്ല. അക്യുസാറ്റീവ് കേസ് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള എളുപ്പ വഴികളിൽ ഒന്നാണ് അക്യുസാറ്റീവ് ആർട്ടിക്കിൾ ഐഡൻറ്റിഫൈ ചെയ്യുക, പ്രൊപ്പോസിഷൻസ്, പേഴ്സണൽ പ്രൊനോമൻസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക. പക്ഷേ അക്യുസാറ്റീവ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് അവയിൽ നമുക്ക് മാറ്റമായിട്ടുള്ളത് മസ്കുലിൻ കേസിൽ മാത്രമാണ്. ഫെമിനിൻ, ന്യൂട്രൽ, പ്ലൂറൽ കേസുകളിൽ ആർട്ടിക്കിൾ നോക്കി അവ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയുള്ള കേസുകളിൽ ഈ അക്യുസാറ്റീവ് പ്രൊപ്പോസിഷൻസ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഈ പ്രൊപ്പോസിഷൻസ് ഒക്കെ ആ സെൻറ്റൻസിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അക്യുസാറ്റീവ് കേസ് ആണെന്ന് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അടുത്തതായി ഈ വീഡിയോയിൽ കാണുന്നത് അക്യുസാറ്റീവ് പ്രൊപ്പോസിഷൻസ് എത്രയും എളുപ്പത്തിൽ ഓർത്തിരിക്കാനുള്ളൊരു ഷോർട്ട് കട്ടാണ്. ഈ ഷോർട്ട് കട്ടിൻ്റെ പേരാണ് ഡോഗ് ഫു ബിസ്. ഡോഗ് ഫു ബിസ് എന്ന ഈ ഷോർട്ട് കട്ട് ഓർത്തിരുന്നാൽ നമുക്ക് ഈ പ്രൊപ്പോസിഷൻസ് പെട്ടെന്ന് ഓർത്തിരിക്കാൻ സാധിക്കും. ഈ ഷോർട്ട് കട്ടിൽ ഡി ഫോർ ദൂർഷ്, ഒ ഫോർ ഓനെ, ജി ഫോർ ഗേഗൻ, എഫ് ഫോർ ഫ്യൂർ, യു ഫോർ ബിസ് ഫോർ ബിസ്. അവസാനത്തെ പ്രൊപ്പോസിഷനായ എൻലാങ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. അതങ്ങനെ കോമൺ ആയിട്ട് ഉപയോഗത്തിൽ വരാറില്ലെങ്കിലും അത് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ഈ ഒരു ഷോർട്ട് കട്ടിലൂടെ നമുക്ക് ഇത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് പ്രൊപ്പോസിഷൻ നൗൺ എഗ്രിമെന്റ്. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു അക്യുസാറ്റീവ് പ്രൊപ്പോസിഷൻ കഴിഞ്ഞ് വരുന്ന നൗണിന് നമ്മൾ അക്യുസാറ്റീവ് കേസ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അതായത് അക്യുസാറ്റീവ് ആർട്ടിക്കിൾ അവിടെ വന്നിരിക്കണം. അതായത് ഈ താഴെ നമ്മൾക്ക് 2 എക്സാമ്പിൾ സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. നോമിനാറ്റീവ് കേസിൽ ഡെഫിനിറ്റ് മസ്കുലിൻ ആയിട്ട് വരുന്നത് ദർ ആണ്. അക്യുസാറ്റീവ് കേസിൽ അത് ദെയിൻ ആയിട്ട് മാറും. ഇതിനുള്ള എക്സാമ്പിൾ സെൻറ്റൻസ് ആണ് ഫ്യൂർ ദെയിൻ മാൻ. ഫ്യൂർ എന്ന അക്യുസാറ്റീവ് പ്രൊപ്പോസിഷൻ കഴിഞ്ഞ് ദെയിൻ മാൻ, അവിടെ എന്താണ്? നൗണിൻ്റെ ആർട്ടിക്കിൾ മാറിയത് കാണാൻ സാധിക്കും. ഇനി അടുത്തതാണ് ഐൻ ചേഞ്ചസ് ടു ഐനൻ, ഗേഗൻ ഐനൻ ഹുണ്ട്.
ഗേഗൻ എന്ന പ്രിപ്പോസിഷൻ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന ആർട്ടിക്കിൾ ഐനൻ, അതായത് അക്യുസാറ്റീവ് ആർട്ടിക്കിളാണ്. എല്ലാവർക്കും മനസ്സിലായല്ലോ. അക്യുസാറ്റീവ് പ്രിപ്പോസിഷൻസ് യൂസ് കഴിഞ്ഞ് വരുന്ന നൗണിന് എന്തായിരിക്കണം? നമ്മൾ അക്യുസാറ്റീവ് കേസാണ് യൂസ് ചെയ്യേണ്ടത്. അതായത് അക്യുസാറ്റീവ് ആർട്ടിക്കിളാണ് അവിടെ വരേണ്ടത്. ഓക്കെ, ഇനി അടുത്തതാണ് അക്യുസാറ്റീവ് പ്രിപ്പോസിഷൻസ്. നമ്മൾ വിത്ത് എക്സാമ്പിൾ സെന്റൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ദ ഫസ്റ്റ് വൺ ദൂഷ് മീൻസ് ത്രൂ. ഇതിനുള്ള എക്സാമ്പിൾ സെന്റൻസ് ആണ് ഇഷ് ഗയെ ദൂർഷ് ദേൻ പാർക്ക്, ഐ വാക്ക് ത്രൂ ദ പാർക്ക്. ഈ സെന്റൻസിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും ഐ വാക്ക് ത്രൂ ദ പാർക്ക്. ഞാൻ നടന്നു. ഇതിലൂടെ? പാർക്കിലൂടെ. എൻ്റെ ആക്ഷനും ആ പാർക്കുമായിട്ടുള്ള റിലേഷൻ അല്ലെങ്കിൽ പാർക്കുമായിട്ടുള്ള ഞാൻ ചെയ്ത ആക്ഷനെ കണക്ട് ചെയ്യാൻ അവിടെ ഉപയോഗിച്ചിരിക്കുന്നതാണ് ദൂർഷ് എന്ന പ്രിപ്പോസിഷൻ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇതിലെ സബ്ജക്റ്റായിട്ട് വരുന്നത് ഇഷ്, പ്രിപ്പോസിഷനായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ദൂർഷ്, ഒബ്ജക്റ്റായിട്ട് വരുന്നത് പാർക്കാണ്. പാർക്ക് എന്ന നൗൺ മസ്കുലിനാണ്. അതുകൊണ്ട് അതിൻ്റെ ആർട്ടിക്കിൾ എന്താണ്? അക്യുസാറ്റീവ് ആർട്ടിക്കിളായ ദേൻ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനുള്ള അടുത്ത ഒരു എക്സാമ്പിളാണ് ദി സൺ ഷൈൻഡ് ദുർഷ് ദസ് ഫെൻസ്റ്റർ, മീൻസ് ദ സൺ ഷൈൻസ് ത്രൂ ദ വിൻഡോ. ഇതിലും നമുക്ക് കാണാൻ സാധിക്കും സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് എന്താണ്? ദി സൊണ്ണെ. പ്രിപ്പോസിഷനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ദൂർഷാണ്. ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ഫെൻസ്റ്റർ. ആർട്ടിക്കിൾ വരുന്നത് ദസ് ഫെൻസ്റ്റർ. ഇൻ ജർമ്മൻ ദ നൗൺ ഫെൻസ്റ്റർ ഈസ് ന്യൂട്രൽ. ന്യൂട്രൽ നൗൺ ആയതുകൊണ്ട് തന്നെ അവിടെ ആർട്ടിക്കിളിന് മാറ്റമില്ല. ഓക്കെ, ദ നെക്സ്റ്റ് പ്രിപ്പോസിഷൻ ഓനെ മീൻസ് വിത്തൗട്ട്. ഇതിനുള്ള എക്സാമ്പിൾ സെന്റൻസ് ആണ് ഇഷ് കൻ നിഷ്ട് ലേബൻ ഓനെ ഡിഷ്, ഐ കാൻ ലിവ് വിത്തൗട്ട് യു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഇഷ് ആണ്. പ്രിപ്പോസിഷൻ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഓനെ. ഒബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഡിഷ്, അതായത് യു. നോമിനാറ്റീവ് കേസിൽ യു എന്ന പേഴ്സണൽ പ്രൊനൗമൺ വരുന്നത് ദു എന്നും, എന്നാൽ അക്യുസാറ്റീവ് കേസിൽ വരുമ്പോൾ അത് മാറി ഡിഷ് എന്നുമാണ് ആകുന്നത്. അക്യുസാറ്റീവ് പേഴ്സണൽ പ്രൊനൗമൻസും നമ്മൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. അക്യുസാറ്റീവ് പേഴ്സണൽ പ്രൊനൗമൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതുകൂടി ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ദ നെക്സ്റ്റ് എക്സാമ്പിൾ ഈസ് എർ ഗേ ടോനെ സൈനൻ ബ്രൂഡർ ഇൻ സ്കീനോ, ഹി ഗോസ് ടു ദ സിനിമ വിത്തൗട്ട് ഹിസ് ബ്രദർ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് എർ ആണ്. എർ മീൻസ് ഹി. പ്രപ്പോസിഷനായിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഓനെ. ഒബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ബ്രൂഡർ എന്നാണ്. ഇവിടെ ആർട്ടിക്കിളായി യൂസ് ചെയ്തിരിക്കുന്നത് നോക്കിക്കേ, സൈനൻ. നമുക്കറിയാമല്ലോ സൈൻ എന്ന് വെച്ചാൽ എന്താണ്? പേഴ്സണൽ പ്രൊനോമൺ എറിൻ്റെ മീൻസ് ഹി. ഇതിൻ്റെ മസ്കുലിൻ പൊസസീവ് പ്രൊനോമൺ ആണ് സൈൻ. നോമിനാറ്റീവ് കേസിൽ നമ്മൾ അത് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മ കാണുമല്ലോ അല്ലേ? സൈൻ, സൈനെ, സൈൻ, സൈനെ. അക്യുസാറ്റീവ് കേസിലേക്ക് വരുമ്പോൾ ഈ പൊസസീവ് പ്രൊനോമണും മാറ്റം വരുന്നുണ്ട്. സൈൻ എന്താകും? സൈനൻ ആകും. ഇതും ഈ മസ്കുലിൻ ഫോമിൽ മാത്രമാണ് മാറ്റമുള്ളത്. മസ്കുലിൻ ഫോമിൽ മാത്രം മാറ്റമുള്ളപ്പോൾ അതെങ്ങനെയാവും? സൈനൻ, സൈനെ, സൈൻ, സൈനെ. അക്യുസാറ്റീവ് പൊസസീവ് പ്രൊനോമൻസും എക്സാമ്പിൾ സെന്റൻസും അടങ്ങിയ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതുകൂടി കാണാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ദ നെക്സ്റ്റ് പ്രിപ്പോസിഷൻ ഈസ് ഗേഗൻ മീൻസ് എഗെയിനിസ്റ്റ്. ഇതിനുള്ള എക്സാമ്പിൾ സെന്റൻസ് ആണ് വിയർ സ്പീലൻ ഗേഗൻ ദി മാൻഷാഫ്റ്റ്, മീൻസ് വി പ്ലേ എഗെയിൻസ്റ്റ് ദ ടീം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് വിയർ ആണ്. പ്രപ്പോസിഷൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഗേഗൻ. ഒബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് മാൻഷാഫ്റ്റ്. ആർട്ടിക്കിൾ വന്നിരിക്കുന്നത് ദി ആണ്. മാൻഷാഫ്റ്റ് എന്നതൊരു ഫെമിനിൻ നൗൺ ആയതുകൊണ്ട് തന്നെ ഇവിടെ ആർട്ടിക്കിളിൽ മാറ്റമില്ല. ഒരു ടിപ്പ് പറഞ്ഞു തരാം. ഈ ഷാഫ്റ്റ് എന്ന വേർഡ് അവസാനം വരുന്ന മൻഷാഫ്റ്റ്, ഫ്രോൺഷാഫ്റ്റ്, ഗസൽഷാഫ്റ്റ്, വിസൻഷാഫ്റ്റ് എന്നീ നൗണുകളൊക്കെ കൂടുതലായും ഫെമിനിൻ ജെൻഡർ ആയിരിക്കും. ഹൗ ടു ഈസിലി ഗസ് ദ ജെൻഡർ ഓഫ് ജർമ്മൻ നൗൺസ്. ഇതിനെ പറ്റിയുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ജർമ്മൻ നൗൺസിൻ്റെ ജെൻഡർ കണ്ടുപിടിക്കാനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിരിക്കുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് എക്സാമ്പിൾ സെൻറ്റൻസ് ഈസ് ദസ് ഈസ്റ്റ് ഗേഗൻ ദസ് ഗസെറ്റ്സ്, മീൻസ് ദാറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദ ലോ. ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ദസ് ആണ്.
മീൻസ് ഇറ്റ്. പ്രപ്പോസിഷനായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഗേഗൻ. ഒബ്ജക്റ്റായിട്ട് വന്നിരിക്കുന്നത് ഗസെറ്റ്സ്. ആർട്ടിക്കിളായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ദസ് ആണ്. അതായത് ഗസെറ്റ്സ് എന്ന ന്യൂട്രൽ നൗണിന് ഇവിടെ ആർട്ടിക്കിളിൽ മാറ്റമൊന്നും വരുന്നില്ല. ഈ സെൻറ്റൻസിൽ ഗേഗൻ എന്ന അക്യുസാറ്റീവ് പ്രപ്പോസിഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ സെൻറ്റൻസ് എന്താണ്, അക്യുസാറ്റീവ് കേസ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദ നെക്സ്റ്റ് പ്രപ്പോസിഷൻ ഈസ് ഫ്യൂർ, മീൻസ് ഫോർ. ഇതിനുള്ള എക്സാമ്പിൾ സെൻറ്റൻസ് ആണ് ദസ് ഗഷങ്ക് ഈസ് ടു ഫ്യൂർ മൈനെ മുട്ടർ, ദ ഗിഫ്റ്റ് ഈസ് ഫോർ മൈ മദർ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും സബ്ജക്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ദസ് ഗഷങ്ക്, പ്രപ്പോസിക്സിയോണൻ ഫ്യൂർ. ഒബ്ജക്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് മുട്ടർ. ആർട്ടിക്കിൾ വന്നിരിക്കുന്നത് മൈനെ. മുട്ടർ മീൻസ് മദർ എന്ന് പറയുന്നത് ഫെമിനിൻ നൗൺ ആയതുകൊണ്ട് തന്നെ അവിടെ ആർട്ടിക്കിളിൽ മാറ്റമില്ല. ഓക്കെ, ദ നെക്സ്റ്റ് എക്സാമ്പിൾ സെൻറ്റൻസ് ഫോർ ഫ്യൂർ പ്രപ്പോസിഷൻ ഈസ് ഇഷ് ആർബൈറ്റ് ഫ്യൂർ മൈനൻ ഓങ്കൽ, ഐ വർക്ക് ഫോർ മൈ അങ്കിൾ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും സബ്ജക്റ്റായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇഷ്, പ്രപ്പോസിഷനായിട്ട് വന്നിരിക്കുന്നത് ഫ്യൂർ. ഒബ്ജക്റ്റാണ് ഓങ്കൽ, മീൻസ് അങ്കിൾ. ആർട്ടിക്കിളായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് മൈനൻ ആണ്. ഇഷ് എന്ന പേഴ്സണൽ പ്രൊനോമൻ്റെ മസ്കുലിൻ ജെൻഡറിലുള്ള പൊസസീവ് പ്രൊനോമൻ ആണ് മൈനൻ. നമ്മൾ നോമിനാറ്റീവ് കേസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു മൈൻ, മൈനെ, മൈൻ, മൈനെ. അക്യുസാറ്റീവ് കേസിൽ മസ്കുലിൻ ഫോർമാറ്റിൽ മാറ്റമുള്ളത് കൊണ്ട് മൈൻ എന്തായി, മൈനൻ ആയി. അക്യുസാറ്റീവ് കേസിലേക്ക് വരുമ്പോഴേക്കും ഈ ഇഷ് എന്ന പേഴ്സണൽ പ്രൊനോമൻ്റെ പൊസസീവ് പ്രൊനോമൻസ് മൈനൻ, മൈനെ, മൈൻ, മൈനെ എന്നാണ് വരുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് പ്രപ്പോസിഷൻ ഈസ് മീൻസ് അറൗണ്ട് ഓർഡർ അറ്റ്. ഇതിനുള്ള എക്സാമ്പിൾ സെൻറ്റൻസ് ആണ് വി ആർ സിറ്റ്സ് ആൻഡ് ദെൻ ടിഷ്, വി സിറ്റ് അറൗണ്ട് ദ ടേബിൾ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും സബ്ജക്റ്റായിട്ട് വന്നിരിക്കുന്നത് വിയർ ആണ്. പ്രപ്പോസിഷൻ യൂസ് ചെയ്തിരിക്കുന്നത് ഒബ്ജക്റ്റായിട്ട് വന്നിരിക്കുന്നത് ടിഷ്, മീൻസ് ടേബിൾ. ആർട്ടിക്കിളായി വന്നിരിക്കുന്നത് ദെയിൻ. ടിഷ് എന്നത് ഒരു മസ്കുലീൻ നൗൺ ആയതുകൊണ്ട് തന്നെ അക്യുസാറ്റീവ് മസ്കുലീൻ ആർട്ടിക്കിളായ ദെയിൻ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് എക്സാമ്പിൾ ഈസ് ദർ ഫിലിം ബിഗിൻ ടു സ്വാൻസിഷ് ഊവർ, ദ മൂവി സ്റ്റാർട്ട്സ് അറ്റ് 8 PM. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും സബ്ജക്റ്റായിട്ട് വന്നിരിക്കുന്നത് ദർ ഫിലിം ആണ്. പ്രപ്പോസിഷൻ യൂസ് ചെയ്തിരിക്കുന്നത് ഒബ്ജക്റ്റായിട്ട് വന്നിരിക്കുന്നത് സ്വാൻസിഷ് ഊവർ. ടൈം എക്സ്പ്രഷനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇതിന് ആർട്ടിക്കിൾ ഇല്ല. ഓക്കെ, ദ നെക്സ്റ്റ് പ്രപ്പോസിഷൻ ഈസ് ബിസ്, മീൻസ് അൺടിൽ ഓർഡർ അപ് ടു. ഇതിനുള്ള ഒരു എക്സാമ്പിൾ സെൻറ്റൻസ് ആണ് ഇഷ് വാർട്ടെ ബിസ് മോർഗൻ, ഐ വെയിറ്റ് അൺടിൽ ടുമാറോ. മോർഗൻ എന്ന വാക്കിന് 2 മീനിങ് ആണുള്ളത്. മോർണിംഗിനും നമ്മൾ മോർഗൻ എന്നാണ് പറയുന്നത്. മോർണിംഗ് എന്ന നൗണിന് നമ്മൾ മോർഗൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കും. ടുമാറോ എന്ന മോർഗൻ്റെ ഫസ്റ്റ് ലെറ്റർ സ്മോൾ ലെറ്റർ ആയിരിക്കും. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും സബ്ജക്റ്റായിട്ട് വന്നിരിക്കുന്നത് ഇഷ്, പ്രപ്പോസിഷൻ യൂസ് ചെയ്തിരിക്കുന്നത് ബിസ്, ഒബ്ജക്റ്റായി വന്നിരിക്കുന്നത് മോർഗൻ. അത് ഒരു ടൈം എക്സ്പ്രഷനാണ്, അതുകൊണ്ട് തന്നെ അതിന് ആർട്ടിക്കിൾ ഇല്ല. ഈ സെൻറ്റൻസ് നമുക്ക് എങ്ങനെയാണ് അക്യുസാറ്റീവ് കേസ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുക? ബിസ് എന്ന പ്രപ്പോസിഷൻ ഉപയോഗിച്ച് നമുക്കിത് കണ്ടുപിടിക്കാൻ സാധിക്കും. ദ നെക്സ്റ്റ് എക്സാമ്പിൾ ഈസ് ഫാർ ബിസ് ദി ക്രോയ്സും, ഡ്രൈവ് അപ് ടു ദ ഇൻ്റർസെക്ഷൻ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും സബ്ജക്റ്റായിട്ട് വന്നിരിക്കുന്നത് ദു ആണ്. പ്രപ്പോസിഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ബിസ്, ഒബ്ജക്റ്റായിട്ട് വന്നിരിക്കുന്നത് ക്രോയ്സും. ആർട്ടിക്കിളാണ് ദി. ഫെമിനിൻ അക്യുസാറ്റീവ് ആയതുകൊണ്ട് തന്നെ ആർട്ടിക്കിളിൽ മാറ്റമൊന്നുമില്ല. ഇവിടെ ശരിക്കും ഒരു സബ്ജക്റ്റ് കാണിച്ചിട്ടില്ല. ഇവിടെ സബ്ജക്റ്റ് ദു ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ബ്രാക്കറ്റിൽ എന്താണ് ഇംപ്ലൈഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. അതായത് സബ്ജക്റ്റ് ഈസ് നോട്ട് റിട്ടൺ, പക്ഷേ നമ്മളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. മേ ബി ദ സെൻറ്റൻസ് ഈസ് യു ഡ്രൈവ് അപ് ടു ദ ഇൻ്റർസെക്ഷൻ. ചെറിയ ഒരു ക്ലാരിഫിക്കേഷൻ കൂടി തരാം. അതായത് ഫാറൻ എന്ന വെർബിൻ്റെ ദു ഫോമിൽ ഉപയോഗിക്കേണ്ട ഇംപറാറ്റീവ് ഫോം ഓഫ് ദ വെർബാണ് ഫാർ. ഇനി ഇംപറാറ്റീവ് ഫോം എന്താണ്? ദ ഇംപറാറ്റീവ് ഫോം ഈസ് ദ വെർബ് ഫോം യൂസ്ഡ് ടു ഗീവ് കമാൻഡ്സ്, ഓർഡേഴ്സ്, ഇൻസ്ട്രക്ഷൻസ് ഓർ റിക്വസ്റ്റ്. അപ്പോൾ വെർബിൻ്റെ ഫാർ എന്ന ആ ഒരു ഫോർമാറ്റ് കാണുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാകും? സബ്ജക്റ്റ് എന്താണ്? ദു. ഓക്കെ, ദ നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് പ്രപ്പോസിഷൻ ഈസ് എൻലാങ്,
മീൻസ് എലോങ്. സാധാരണ പ്രപ്പോസിഷൻസ് യൂസ് ചെയ്യുന്ന പോലെ നൗണിൻ്റെ മുമ്പിലായിട്ടല്ല ഈ പ്രപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. നൗൺ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഈ പ്രപ്പോസിഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിനുള്ളൊരു എക്സാമ്പിൾ സെൻറ്റൻസ് ആണ് വി ആർ ലൗഫൻ ദേൻ ഫ്ലൂസ് എൻ ലാങ്, മീൻസ് വി വാക്ക് അലോങ് ദ റിവർ. ഇതിൻ്റെ സബ്ജക്റ്റാണ് വി ആർ, പ്രപ്പോസിഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എൻ ലാങ്, ഒബ്ജക്റ്റാണ് ഫ്ലൂസ്, ആർട്ടിക്കിൾ ദേൻ, മസ്കുലിൻ അക്യുസാറ്റീവ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ആ പ്രപ്പോസിഷൻ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഒബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷമാണ്. ഓക്കെ, ദ നെക്സ്റ്റ് എക്സാമ്പിൾ സെൻറ്റൻസ് ഈസ് ഇഷ് ഗെയെ ദി സ്ട്രാസെ എൻ ലാങ്, ഐ വാക്ക് അലോങ് ദ സ്ട്രീറ്റ്. ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കും സബ്ജക്റ്റായിട്ട് വന്നിരിക്കുന്നത് ഇഷ്, പ്രപ്പോസിഷൻ യൂസ് ചെയ്തിരിക്കുന്നത് എൻ ലാങ്, ഒബ്ജക്റ്റാണ് സ്ട്രാസെ, ആർട്ടിക്കിളായി വന്നിരിക്കുന്നത് ദി സ്ട്രാസെ. ഇതൊരു ഫെമിനിൻ നൗൺ ആയതുകൊണ്ട് തന്നെ ഇവിടെ ആർട്ടിക്കിളിൽ മാറ്റമൊന്നുമില്ല. ഓക്കെ, ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ടൈം എക്സ്പ്രഷൻസ് വിത്ത് അക്യുസാറ്റീവ് പ്രപ്പോസിഷൻസ്. അക്യുസാറ്റീവ് പ്രപ്പോസിഷനിൽ ചില പ്രപ്പോസിഷൻസ് ഒക്കെ ടൈം റിലേറ്റഡ് ആയിട്ടാണ്. നമുക്ക് അതുകൂടി ഒന്ന് നോക്കാം. ഫ്യൂർ, ഫോർ ഡ്യൂറേഷൻ, ബിസ്, അൺടിൽ, എൻഡ് പോയിന്റ് ഇൻ ടൈം, അറ്റ് ഓർഡർ എ സ്പെസിഫിക് ടൈം. ഈ 3 പ്രപ്പോസിഷൻസ് ആണ് ടൈം റിലേറ്റഡ് ആയിട്ട് വരുന്നത്. പക്ഷേ ഈ പ്രപ്പോസിഷൻസ് ഒക്കെ ടൈം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഉപയോഗിക്കുന്നത്. ഓക്കെ, നമുക്ക് ഓരോ എക്സാമ്പിൾ സെൻറ്റൻസ് കൂടി നോക്കി പോകാം. ദ ഫസ്റ്റ് പ്രപ്പോസിഷൻ ഈസ് ഫ്യൂർ, എക്സ്പ്രസ് ഡ്യൂറേഷൻ ഓഫ് ടൈം. ദ എക്സാമ്പിൾ സെൻറ്റൻസ് ഈസ് ഇഷ് ബ്ലൈബെ ഫ്യൂർ 2 Wochen ഇൻ ബെർലിൻ, ഐ ആം സ്റ്റേയിങ് ഇൻ ബെർലിൻ ഫോർ 2 weeks. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും സബ്ജക്റ്റായിട്ട് വന്നിരിക്കുന്നത് എന്താണ്, ഇഷ്, പ്രപ്പോസിഷൻ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഫ്യൂർ. ആ ഒരു ഡ്യൂറേഷൻ അല്ലെങ്കിൽ ആ ഒരു ടൈം പീരീഡ് നമ്മൾ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫ്യൂർ എന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്തുകൊണ്ടാണ്. ഇതിലെ ഒബ്ജക്റ്റായിട്ട് വന്നിരിക്കുന്നത് 2 Wochen ആണ്, ആർട്ടിക്കിൾ ഇല്ല. 2 എന്ന പ്ലൂറൽ ഫോമിന് ഇവിടെ ആർട്ടിക്കിളിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ദ നെക്സ്റ്റ് പ്രപ്പോസിഷൻ ഈസ് ബിസ്, യൂസ്ഡ് ഫോർ എക്സ്പ്രസ് എൻ പോയിന്റ് ഓഫ് എ ടൈം. ഇതിനുള്ള എക്സാമ്പിൾ സെൻറ്റൻസ് ആണ് വി ആർ ബ്ലൈബൻ ബിസ് നേഷ്ടൻ ഫ്രൈറ്റാഗ് ഹിയർ, വി വിൽ സ്റ്റേ ഹിയർ അൺടിൽ നെക്സ്റ്റ് ഫ്രൈഡേ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും സബ്ജക്റ്റായിട്ട് വന്നിരിക്കുന്നത് വി ആർ, പ്രപ്പോസിഷൻ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ബിസ്, ഒബ്ജക്റ്റാണ് ഫ്രൈറ്റാഗ്, ആർട്ടിക്കിൾ നേഷ്ടൻ എന്ന അഡ്ജക്റ്റീവിന് ഇവിടെ ആർട്ടിക്കിൾ ഇല്ല. ഓക്കെ, ദ നെക്സ്റ്റ് പ്രപ്പോസിഷൻ ഈസ് ഫോർ എക്സ്പ്രസ് എ സ്പെസിഫിക് ടൈം. ഇതിനുള്ള എക്സാമ്പിൾ സെൻറ്റൻസ് ആണ് ദർ ഫിലിം ബിഗിൻ ടു 9 Uhr, മീൻസ് ദ മൂവി സ്റ്റാർട്ട്സ് അറ്റ് 7 PM. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ സബ്ജക്റ്റായിട്ട് വന്നിരിക്കുന്നത് ദർ ഫിലിം, പ്രപ്പോസിഷൻ ഒബ്ജക്റ്റായിട്ട് വന്നിരിക്കുന്നത് 9 Uhr, ആർട്ടിക്കിൾ എന്താണ്, ടൈം എക്സ്പ്രഷൻസ്, ആർട്ടിക്കിൾ ഇല്ല. ഈ 3 പ്രപ്പോസിഷൻസിൻ്റെയും എന്താണെന്നും എക്സാമ്പിൾ സെൻറ്റൻസ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും ഇതെങ്ങനെ ടൈം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അക്യുസാറ്റീവ് പ്രപ്പോസിക്സിയോണിനെ കുറിച്ചുള്ള നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ്. ഈ 7 അക്യുസാറ്റീവ് പ്രപ്പോസിഷൻസും അതിൻ്റെ എക്സാമ്പിൾ സെൻറ്റൻസും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ അടുത്ത വീഡിയോ അക്യുസാറ്റീവ് പൊസസീവ് പ്രൊനോമൻസിനെ കുറിച്ചാണ്. വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അക്യുസാറ്റീവ് പൊസസീവ് പ്രൊനോമൻസ് എന്താണെന്നും അതിൻ്റെ ഉപയോഗവും മനസ്സിലാക്കാൻ എല്ലാവരും ആ വീഡിയോ കൂടി ഒന്ന് കാണുക. ഓക്കെ, ബിസ് ബാൾഡ്, ച്യൂസ്.